പണം കിട്ടുമ്പോൾ ഏത് മോശപ്പെട്ടതും നല്ലതാണെന്ന് വിളിച്ചു പറയുന്ന കുറേ ബ്ലോഗർമാരുണ്ട്. ഏറ്റവും കൂടുതൽ നാട്ടിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 99% ആൾക്കാരും ലൈഫിൽ ജീവിതത്തിൽ ഒരു വീടായിരിക്കും വെക്കുന്നത്. പ്രത്യേകിച്ചിട്ട് പ്രവാസികളൊക്കെ ആകുമ്പോൾ നാട്ടിലേക്ക് പോയിട്ടാകുമ്പോൾ കൂടുതൽ സമയം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ അവരോടൊക്കെ വീഡിയോ തപ്പും, എപ്പോഴും കാണുന്ന ആൾക്കാരുടെ വീഡിയോസൊക്കെ. അപ്പോൾ ചില ബ്ലോഗർമാരുണ്ട്, എന്താ പറയുക, അവർക്ക് പണം കിട്ടിയിട്ടുണ്ടാവും, അവരോട് ഇത് നല്ലതാണ്, ഇത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഇപ്പൊ നാട്ടിലൊരു പുതിയ സംഭവം ഇറങ്ങിയിട്ടുണ്ടല്ലോ, പല സ്ഥലത്തുണ്ട് ഇതിന്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ. എംബ്രിക്ക് എന്താ അതിനെ പറയുന്ന ആ ഒരു പുതിയൊരു കട്ട, ഈ കട്ടയിൽ വീട് വെച്ചിട്ട് കുറെ പ്രവാസികൾക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. കാരണം വെട്ടുകല്ലും മറ്റുള്ളതൊക്കെ സാധനങ്ങളൊക്കെ കിട്ടാൻ, കുറച്ച് മെറ്റീരിയൽ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ സാധനം കണ്ടമാനം നാട്ടിൽ കിട്ടുന്നുണ്ട്. നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ ആ ഒരു വീടിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതിന്റെ ഭിത്തിയല്ലേ. മറ്റെന്തെങ്കിലും ആയെങ്കിലും നമുക്ക് രണ്ടാമതും കൂടെ അത് റീവർക്ക് ചെയ്യാമെന്ന് പറയാം. ഈ ഒരു സാധനം റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് നാട്ടിലൊക്കെ പോയിട്ട് വീടൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് എന്നെ എംബ്രിക്ക് വേണോ അത് വേണോ ഇത് വേണോ നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ ഈ ഒരു സാധനം വളരെ കംപ്ലൈന്റ് ആണ്, ഒരുപാട് ആൾക്കാർ പെട്ടിട്ടുണ്ട്. അപ്പൊ ആരും പോയി പെട്ടു പോകരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഇവിടെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീടൊക്കെ ഉണ്ടാക്കാനുള്ള പൈസയൊക്കെ കണ്ടെത്തുന്നത്. അപ്പൊ ആ കാര്യം എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ എംബ്രിക്ക് കട്ടയോട് വീട് കെട്ടിയിട്ട് പണി കിട്ടിയ എത്ര ആൾക്കാരുണ്ട്, അവരൊന്ന് കമന്റ് ചെയ്യും.